ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് ലോട്ടസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. താമര നട്ട് കഴിഞ്ഞിട്ട് കോയിൻ ലീഫൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. എല്ലാ ടബിലും നമ്മളിപ്പോൾ ട്യൂബർ റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും കോയിൻ ലീഫൊക്കെ വന്നു തുടങ്ങി, നല്ല ഹെൽത്തി ആയിട്ടുള്ള കോയിൻ ലീഫൊക്കെ വന്നു തുടങ്ങി. ചിലതിൽ സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയി. കോയിൻ ലീഫ് ഉള്ളപ്പോൾ തന്നെ ചിലതിൽ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനി വളമിടേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ താമരയ്ക്ക് വളമായിട്ട് കൊടുക്കുന്നത് DAP ആണ്. DAP എന്ന് പറയുമ്പോൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഇത് ഒരു സ്പൂണിൽ ഒരിത്തിരി എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞാണ് ഞാൻ വയ്ക്കാറുള്ളത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പേപ്പറിലാണ് DAP പൊതിഞ്ഞിട്ട് വയ്ക്കാറുള്ളത്. അപ്പം നമുക്ക് ഒരു സ്പൂൺ DAP എടുക്കാം. എന്നിട്ട് ഇത് ഇതേപോലെ മടക്കി ചെറിയ പാക്കറ്റിൽ ആക്കി നമുക്ക് വയ്ക്കാം. ഇതേപോലെ എനിക്ക് ഒരു 40 ചട്ടിയോളം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. വോയിസ് ഡിസ്റ്റർബൻസ് നല്ലപോലെ ഉണ്ടാകും. ഇത് ഗ്രാമപ്രദേശമായത് കാരണം ഒത്തിരി കിളികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുങ്ങളുടെ ചിലപ്പോൾ കാരണം നമുക്കൊന്നും കേൾക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്രയ്ക്ക് ബഹളമായിരിക്കും രാവിലെയൊക്കെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. താമരയ്ക്ക് ഇടാൻ പറ്റിയ ബെസ്റ്റ് വളമാണ് DAP. അപ്പോൾ നന്നായിട്ട് പൂക്കാനും റണ്ണറൊക്കെ നന്നായിട്ട് ഓടാനൊക്കെ ഏറ്റവും നല്ലത് DAP ഇടുന്നതാണ്. NPK ഇടാം. ഞാൻ പക്ഷേ ഇട്ട് നോക്കിയിട്ടില്ല. ഞാൻ DAP തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ മണ്ണ് നല്ല ചെളി നിറഞ്ഞിട്ടുള്ള മണ്ണാണ്. അപ്പോൾ താമരയ്ക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മണ്ണാണ് ഇവിടെ ഉള്ളത്. അത് കാരണം അധികം വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇതുപോലെ എല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോട്ടിലേക്കും വെച്ച് കൊടുക്കാം. താമരയുടെ പോട്ടിൽ നമ്മൾ സെൻട്രലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാത്തിലും വെച്ച് കൊടുക്കാമേ. ഇത് കുടമുല്ലയാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഒരു മുട്ട നമുക്ക് വന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫ് ആയപ്പോൾ തന്നെ ഒരേ ഒരു സ്റ്റാൻഡിങ് ലീഫേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മുട്ട ആയായിരുന്നു. ഇത് ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും സെൻട്രലായിട്ട് വയ്ക്കുക. കാരണം സൈഡിലൂടെയാണ്, നമ്മുടെ ഈ പോട്ടിൻ്റെ സൈഡിലൂടെയാണ് ട്യൂബേഴ്സ് എല്ലാം വരുന്നത്. റണ്ണർ ഓടുന്നതെല്ലാം സൈഡിൽ കൂടെയാണ്. താമരയുടെ ആമ്പലിൻ്റെ ആകുമ്പോഴത്തേനും സെൻറ്ററിൽ വയ്ക്കരുത്, സൈഡിൽ വയ്ക്കണം. ആമ്പലിന് സൈഡിലും താമരയ്ക്ക് സെൻറ്ററിലുമാണ് വയ്ക്കേണ്ടത്. ഇത് അഫെക്ഷൻ 16ൻ്റെ പോട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലും വെച്ച് കൊടുക്കാം. ഇത് കർണയാണ്. കർണയുടെ പോട്ടിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പിങ്ക് ബൗളിൻ്റെ ടബാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കും ഇട്ട് കൊടുക്കാം. ഇത് ബുച്ചയാണ്. ബുച്ചയ്ക്കും സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഉടനെ തന്നെ മുട്ടിടും. എനിക്ക് ഒത്തിരി പൂ തന്ന വെറൈറ്റിയാണ് ഇത് ബുച്ച. ഇത് വാസുകിയാണ്. വാസുകിക്കും സ്റ്റാൻഡിങ് ലീഫൊക്കെ ആയി. ഇത് നമുക്ക് തിങ്കളാഴ്ച അയക്കേണ്ട ട്യൂബേഴ്സാണ്. ഇതൊക്കെ സെയിലായി കിടക്കുന്നതാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത സെയിൽ വീഡിയോ ഇടുമ്പോഴേക്കും എന്തായാലും ഒത്തിരി ട്യൂബേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് അമരിപ്പിയോണിയുടെ ടബാണ്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വെക്കണമെന്നില്ല, മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. പിയോണിയാണ്. വൈറ്റ് പിയോണിക്കും ഫ്ലോട്ടിംഗ് ലീഫൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനും വെച്ച് കൊടുക്കാം. ഫോറിനറാണ്. ഇതിനും നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പിങ്ക് ക്യാപ്പൻസിസിൻ്റെ ആമ്പലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സൈഡിലാണ് വയ്ക്കുന്നത്.
ഈ സൈഡിലേക്ക് നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. ഇത് കാവേരിയാണ്. കാവേരിക്കും സ്റ്റാൻഡിങ് ലീഫ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഡൗബനാണ്. നമുക്ക് മുട്ടൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ. ഡൗബനും നമുക്ക് വെച്ച് കൊടുക്കാം. സൈഡിലാണ് വെക്കേണ്ടത്. എന്തോ ഇത് പിങ്ക് മെഡോയാണ്. നമുക്കിതിനും നട്ടു കൊടുക്കാം. ഇത് അനഹത്തയുടെയാണ്. ഇതിനും ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനും വെച്ച് കൊടുക്കാം. ഇത് പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡിനും നമുക്ക് വളം വെച്ച് കൊടുക്കാം. ആപ്പിളാണ്. ഇത് ഗോൾഡ് ആപ്പിളാണ്. അതിന് ദേ ഇവിടെ മുട്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനും വെച്ച് കൊടുക്കാം. ഇത് മൈക്രാന്ത ബ്ലൂ ആണ്. ഇതിന് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. ആമ്പലാണ്. ഇതിന് സൈഡിൽ വളം വെച്ച് കൊടുക്കാം. ഇത് അമേരിക്ക മേലിയാണ്. ഇതിന് നമുക്ക് വെച്ച് കൊടുക്കാം. ഐഡിയ അറിയില്ല, വൈറ്റ് മാസ്കി ആണോ UTPയുടെ ആണോ എന്ന് അറിയില്ല. എന്നാലും നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇത് റെഡ് പിയോണിയാണ്. റെഡ് പിയോണിക്കും നമുക്ക് വെച്ച് കൊടുക്കാം. യെല്ലോ പിയോണിയാണ്. യെല്ലോ പിയോണിയുടെ സെൻറ്ററിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് മിങ്ക്ലൂ ആണേ. നമുക്കിതിൽ വെച്ച് കൊടുക്കാം. ഇത് കാവേരിയാണ്. ഇതിലും വെച്ച് കൊടുക്കാം. ഇത് ഐഡിയ അറിയാത്ത ഏതോ താമരയാണ്. നമുക്കിതിലും വെച്ച് കൊടുക്കാം. മൊസൈക്ക് പ്ലാന്റ് ആണ്. നമുക്ക് ഒത്തിരി ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് കണ്ടോ, പൂവൊക്കെ ഉണ്ട് ഇതിന്. നോക്ക്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ എല്ലാം കൂടെ വിരിഞ്ഞ് കഴിയുമ്പോൾ കാണാനായിട്ട്. ഫുൾ മഞ്ഞ കളറിൽ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. വേണ്ട, ഇത് കാണാനൊരു ഭംഗി. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ ട്യൂബറാണ്. ഏതാണെന്ന് നമുക്കറിയില്ല. ആയി വന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ലിയാംഗ്ലിയാണേ. ലിയാംഗ്ലി നമുക്ക് ഒത്തിരി മുട്ട വന്നായിരുന്നു. സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് മുന്നേ തന്നെ ഒത്തിരി മുട്ട വന്നായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ലിയാംഗ്ലിയുടെ ട്യൂബർ ചോദിച്ചിരുന്നു. ആകുമ്പോഴത്തേനും എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ആ ടൈമിന് ചോദിച്ചാൽ മതി. ഇത് ഞാൻ കുടമുല്ലയുടെ ട്യൂബർ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ട്യൂബറും കൂടെ ഉണ്ടായിരുന്നു കുടമുല്ലയുടെ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ പോട്ടിൽ നട്ടുവെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട്. ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാകുമെന്ന് അറിയില്ല. എന്നാലും വെച്ച് നോക്കിയെന്നേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ വെച്ചതാണ് വലിയ പോട്ടിൽ. അതിലിപ്പോൾ മുട്ടായി. ഇതിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. എന്നാലും നമുക്കിതിന് വളം വെച്ച് കൊടുക്കാം. ഇത് ലിയാംഗ്ലിയാണേ. ലിയാംഗ്ലിയുടേത് ബാലൻസ് ട്യൂബർ വന്നപ്പോൾ ഞാൻ നട്ട് വെച്ചതായിരുന്നു. അതിനിപ്പോൾ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് തുടങ്ങി. ഉടനെ തന്നെ മുട്ടിടുകയായിരിക്കും. അപ്പോൾ നമുക്കിതിനും വെച്ച് കൊടുക്കാം. ഇത് പിങ്ക് ബൗളാണ്. പിങ്ക് ബൗളിനും ഞാൻ ഒരു ചെറിയ പോട്ടിൽ എങ്ങനെയാകുമെന്ന് അറിയാൻ വേണ്ടി വെച്ച് നോക്കിയതാണ്. ഇതിനും നമുക്ക് വെച്ച് നോക്കാം. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി ഞാൻ രണ്ടാമത് നട്ടു നോക്കിയതാണ്. റിപ്പോർട്ട് ചെയ്ത് വെച്ച് നോക്കിയതാണ് വരുമോ എന്നറിയാൻ വേണ്ടി. മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അതും നമുക്ക് വെച്ച് നോക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.